ഞാൻ ആ ലാബിൽ കയറി അതെല്ലാം കണ്ടിട്ടാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. അതൊരു നല്ല കാര്യമാണ് ഒരു നാടിന് വേണ്ടി അദ്ദേഹം ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ വൈജ്ഞാനിക മഹാമഴയ്ക്ക് കൈയക്ഷരത്തിന്റെ കണ്ണുനീരും പകരം വെച്ച് അടച്ചു വയ്ക്കുന്നു വാക്കിന്റെ പുസ്തകം. ഇനിയൊരു പ്രസംഗത്തിന്റെ പ്രസക്തി ഇവിടെ ഇല്ല. ആദരണീയനായ ശ്രീ പ്രദീപ് അതിമനോഹരമായി സംസാരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഈ കുഞ്ഞുങ്ങളെല്ലാം ഈ പഠനോപകരണങ്ങളും അവർക്കുള്ള ആദരവും അവാർഡുകളും എല്ലാം ഏറ്റുവാങ്ങി നാളെ പ്രവേശനോത്സവം നടക്കുന്ന അല്ലെങ്കിൽ സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലേക്ക് പോകേണ്ടവരാണ്. രക്ഷകർത്താക്കൾ ഉൾപ്പെടെയുള്ളവരെല്ലാം ഒരു പ്രസ്ഥാനമാണ്. സൗഹൃദ വേദിയെക്കുറിച്ച് ഞാൻ തന്നെയും നേരത്തെ ഇവിടെ നിന്ന് നിരവധി തവണ സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് അതിലേക്ക് ഞാൻ വീണ്ടും കടക്കുന്നില്ല. കായിപ്പുറം എന്ന ഈ ഗ്രാമപ്രദേശത്ത് 4 നൂറ്റാണ്ടായി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാപനം എന്ന തരത്തിൽ സൗഹൃദ വേദിക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് ഈ ആൾക്കൂട്ടം ഓരോ പരിപാടിയിലും ഇവിടെ എത്തിച്ചേരുന്ന ആളുകൾ അതെല്ലാം സാക്ഷ്യം പറയുന്നുണ്ട്. കുറേയേറെ ആളുകളുടെ ആത്മാർത്ഥതയും അർപ്പണബോധവുമാണ് കായിപ്പുറം സൗഹൃദ വേദിയെ മുന്നോട്ടേക്ക് നയിക്കുന്നത്. ഒരു വായനശാല ഒരു നാട്ടിൽ സൃഷ്ടിക്കുന്ന സാംസ്കാരികമായ മുന്നേറ്റം എന്ത് എന്നതിനെക്കുറിച്ചും ഞാനിപ്പോൾ വിവരിക്കാനോ പറയാനോ വരുമ്പോഴതില്ല. അതെല്ലാം നേരത്തെ പറഞ്ഞു പോയ കാര്യങ്ങളാണ്. ശ്രീ കുഞ്ഞുമോനെ ഞാനും ഹൃദയം നിറഞ്ഞ് അഭിനന്ദിക്കുന്നു. ഞാൻ ആ ലാബിൽ കയറി അതെല്ലാം കണ്ടിട്ടാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. അതൊരു നല്ല കാര്യമാണ് ഒരു നാടിന് വേണ്ടി അദ്ദേഹം ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ തൻ്റെ സ്മരണയ്ക്കായി അത്തരമൊരു ലബോറട്ടറി ഒരു നാട്ടിൻ്റെ സാധാരണ മനുഷ്യർക്ക് ഗുണകരമാവുന്ന തരത്തിലേക്ക് സമർപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞൊരു വലിയ കാര്യം തന്നെയാണ്. ഷാജഹാൻ മുംതാസ് മഹലിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി താജ്മഹൽ തീർത്തു. അത് അനേക കാര്യങ്ങളെ ആകർഷിക്കുന്നത് കാഴ്ച എന്ന തരത്തിലേക്ക്. ഇത് കുഞ്ഞുമോൻ അദ്ദേഹത്തിന് ഇത്തരമൊരു സംരംഭം ഒരുക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ 100 കണക്കായ ആൾക്കാർക്ക് അവരുടെ ജീവിതത്തിന് ഒരു കൈത്താങ്ങായി മാറുന്നു, ഒരു സഹായമായി മാറുന്നു. അതൊരു വലിയ കാര്യം തന്നെയാണ്. അത്തരമൊരു കാര്യത്തിൽ ഏർപ്പെട്ടതിനാണ് ശ്രീ കുഞ്ഞുമോനെ അഭിനന്ദിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. ഇന്ന് ഇവിടെ 1000-ലധികം കുഞ്ഞുങ്ങൾക്കാണ് പഠനോപകരണങ്ങളെല്ലാം വിതരണം ചെയ്യുന്നത്. ഞാൻ ഇവരോട് നേരത്തെയും സംസാരിച്ചിട്ടുണ്ട് എങ്ങനെ ഇതെല്ലാം സാധിക്കുന്നു. ഇവരോടുള്ള വിശ്വാസ്യതയാണ്, സൗഹൃദവേദി വായനശാലയോടുള്ള വിശ്വാസ്യതയാണ് ഈ കാര്യങ്ങളൊക്കെ നടത്തുന്നതിൻ്റെ പിന്തുണയും പിൻബലവും കരുത്തുമായി നിൽക്കുന്നത്. വൈകുന്നേരത്തെ ജനസാഗരത്തെ ഞാൻ കാണുന്നത്. ഒപ്പം ഒന്നുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഞാൻ ഇങ്ങോട്ട് കയറിയിട്ടൊക്കെ തിരിച്ചിറങ്ങിപ്പോയപ്പോൾ ഈ പല പരിപാടികൾക്ക് പോകുമ്പോൾ കൂടുതൽ ഈ പ്രൊഫഷണലി ഓർഗനൈസ്ഡ് പ്രോഗ്രാം ഒക്കെ ആകുമ്പോൾ പ്രൈവറ്റ് സ്കൂളൊക്കെ ആകുമ്പോൾ അതെല്ലാം കണ്ട് ശീലിച്ച എൻ്റെ ഡ്രൈവർ എന്നോട് ചോദിച്ചു, ഇതെന്താ ഇവരുടെ ഒരു ഇങ്ങനെ ഗസ്റ്റ് വന്നില്ല 5:30-7 മണി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അത് ഈ നാട്ടിൻപുറത്തുകാരായതുകൊണ്ട് മാത്രമല്ല, അപ്പുറത്തൊരു ലാബൊക്കെ ഇങ്ങനെ തുറന്നിട്ട് അവൻ്റെ ഇതിൻ്റെ കഥകളൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഡ്രൈവറിനോട് പറഞ്ഞു. അവനോട് പറയാനാണ് ഞാൻ 5 മിനിറ്റ് പുറത്തു പോയത്. ഞാൻ അവനോട് പറഞ്ഞു, സംഗതി 2 തരത്തിലുണ്ട് കുടങ്ങൾ. ഒന്ന് സ്ട്രോങ് ആയ സ്റ്റീൽ കുടം, മറ്റൊന്ന് ദ്രവിച്ച് തുളകൾ വീണ മൺകുടം. മക്കൾക്ക് എന്താവണം മക്കളെ? സ്റ്റീൽ കുടമാവണോ തുള വീണ മൺകുടമാവണോ? എന്താ ഉറക്കപ്പറയേ? സ്റ്റീൽ. ഈ ലൈബ്രറി ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇത്ര വർഷങ്ങളായി പ്രവർത്തിക്കുന്ന ഈ ഗ്രന്ഥശാലയും ഈ ഇരിക്കുന്ന കുഞ്ഞുമോൻ എന്ന മനുഷ്യനും ഞാൻ മനസ്സിലാക്കിയിടത്തോളം നിങ്ങളെയൊക്കെ ഈ നാട്ടുകാരെ മുഴുവൻ 1-ാം തരം തുളവീണ മൺകുടങ്ങളാക്കാൻ വേണ്ടി പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നവരാ. നിങ്ങളെ ആരെയും സ്ട്രോങ് ആയ സ്റ്റീൽ കുടങ്ങളാക്കാൻ വേണ്ടി ഈ ലൈബ്രറി കൊണ്ട് കാര്യമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ഉള്ള പരാതിയും കൂടെ പറയാം, പക്ഷേ മുഴുവൻ കേൾക്കണം. കാരണം പണ്ടൊരു കാടുണ്ടായി. കാടെന്ന് പറഞ്ഞാൽ ഒരു സാധാരണ കാടല്ല. 12 മാസവും വേനൽ മാത്രമുള്ളത് കൊണ്ട് എല്ലാം കരിഞ്ഞുണങ്ങി പട്ടുപോയ, ഒന്നും പൂക്കാത്ത, കിളിർക്കാത്ത, കായ്ക്കാത്ത ഒരു കാട്. ആ കാട്ടിലൊരു മൺകുടലിൽ ഒരു മുത്തശ്ശി ഉണ്ടായിരുന്നു. മുത്തശ്ശിയുടെ പക്കലുള്ള 2 കുടങ്ങളാണ്. ഒന്ന് സ്ട്രോങ് ആയ സ്റ്റീൽ കുടം, മറ്റൊന്ന് തുളകൾ വീണ മൺകുടം.
എല്ലാ പ്രഭാതത്തിലും സൂര്യൻ ഉദിച്ചു കഴിയുമ്പോൾ, വെയിൽ പരന്നു കഴിയുമ്പോൾ മുത്തശ്ശി 2 കുടങ്ങൾ ഒക്കത്തെടുത്തു വെച്ചുകൊണ്ട് കാട്ടിലൂടെ 2 കിലോമീറ്റർ ദൂരം നടക്കണം. അപ്പോൾ മാത്രമേ കരിഞ്ഞുപോയ ആ കാട്ടിൽ വെള്ളം കിട്ടുന്ന ഒരേ ഒരു അരുവിയിൽ എത്തിച്ചേരാൻ പറ്റൂ. അരുവിയിലെത്തുന്ന മുത്തശ്ശി 2 കുടങ്ങളിലും വെള്ളമെടുത്ത് തിരികെ 2 കിലോമീറ്റർ നടന്ന് കുടിലെത്തുമ്പോ സ്ട്രോങ് ആയ സ്റ്റീൽ കുടം നിറയെ വെള്ളം കാണും. അത് പാത്രങ്ങളിൽ പകർന്നു വെച്ച് ഉപയോഗിക്കും. തുളകൾ വീണ മൺകുടത്തിൽ വെള്ളം കാണുമോ? ആണോ? എല്ലാം ചോർന്നു പോയിട്ടുണ്ടാവും. കാലങ്ങൾ ഇങ്ങനെ കഴിഞ്ഞപ്പോ ഈ സ്റ്റീൽ കുടം മുത്തശ്ശിയോട് പറഞ്ഞു, മൺകുടത്തിനോട് പറഞ്ഞു, എടി പൊട്ടിക്കുടമേ, ഒരു തുള്ളി വെള്ളം ഉടമയ്ക്കുതകാത്ത നീ എന്ത് പാഴ്വസ്തുവാണ് എന്ന്. മൺകുടം മുത്തശ്ശിയോട് പോയി പറഞ്ഞു, ആണെങ്കിൽ എന്നെ കളഞ്ഞേക്ക് മുത്തശ്ശി എന്ന്. തന്റെ പഴം കണ്ടുകൊണ്ട് ഒരുപാട് ജീവിതം കണ്ട ആ മുത്തശ്ശി പറഞ്ഞു, നാളെ ആകട്ടെ എന്ന്. അടുത്ത ദിവസവും സൂര്യൻ ഉദിച്ചു, വെയിൽ വരുന്നു. മുത്തശ്ശി 2 കുടങ്ങൾ ഒക്കത്തെടുത്തു വെച്ചുകൊണ്ട് കാട്ടിലൂടെ എത്ര കിലോമീറ്റർ നടന്നു? എത്ര? 2 കിലോമീറ്റർ നടന്ന അരുവിയിലെത്തിയ മുത്തശ്ശി 2 കുടങ്ങളിലും വെള്ളമെടുത്ത് തിരികെ നടന്നപ്പോ പക്ഷേ പതിവിന് വിപരീതമായി പാതി വഴിയിൽ നിന്നു. എന്നിട്ട് വിജയി എന്ന് കരുതിയ സ്ട്രോങ് ആയ സ്റ്റീൽ കുടത്തിനോട് പറഞ്ഞു, നീ ഉടമയ്ക്കു തകുന്ന നീ നിന്റെ കാൽച്ചുവട്ടിലേക്കൊന്ന് നോക്ക്. എല്ലാം കരിഞ്ഞുണങ്ങിപ്പോയ, പട്ടുപോയ, ഒന്നും പൂക്കാത്ത, കിളിർക്കാത്ത, കായ്ക്കാത്ത ഈ കാട്ടിൽ, വരണ്ടുണങ്ങിപ്പോയ ഈ കാട്ടിൽ നീ സഞ്ചരിക്കുന്ന 2 കിലോമീറ്റർ ദൂരത്തിലും കരിഞ്ഞ മണ്ണിന്റെ വരണ്ട മണമേ ഉള്ളൂ. എന്നാൽ തുളകൾ വീണ ഈ മൺകുടത്തിന്റെ കാൽച്ചുവട്ടിലേക്ക് നീ ഒന്ന് നോക്ക്. പട്ടുപോയ, കരിഞ്ഞുപോയ ഈ കാട്ടിൽ ഇവൾ സഞ്ചരിക്കുന്ന 2 കിലോമീറ്റർ ദൂരത്തിൽ മാത്രം ഇവളിൽ നിന്ന് പങ്കുവയ്ക്കപ്പെടുന്ന, ചോർന്നൊഴുകപ്പെടുന്ന സ്നേഹത്തിന്റെ, നന്മയുടെ, അറിവിന്റെ ജീവജലം കൊണ്ട് നനഞ്ഞ മണ്ണിൽ പൂക്കളുണ്ട്, പുല്ലുണ്ട്, ചിത്രശലഭങ്ങളുണ്ട്, ജീവന്റെ ഹരിതഭാവങ്ങളുണ്ട് എന്ന്. ഉടമയ്ക്ക് ഉതകുന്ന സ്ട്രോങ് ആയ സ്റ്റീൽ കുടമല്ല ഈ ഗ്രന്ഥശാലയും കുഞ്ഞുമോനും എന്നും മനസ്സിലാക്കാൻ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ മതി. പങ്കുവയ്ക്കപ്പെടുന്ന ജീവജലം കൊണ്ട് അവനവന്റെ ബാങ്ക് ബാലൻസിൽ നഷ്ടമുണ്ടായാലും ഒരു നാടിൽ മുഴുവൻ പുതിയ ജീവൽഭാവങ്ങളും സർഗാത്മക സാംസ്കാരിക അവബോധങ്ങളും ഉണ്ടാക്കുവാൻ യത്നിക്കുന്ന തുളകൾ വീണ ഈ മൺകുടത്തിന്റെ പ്രവർത്തനത്തെ നെഞ്ചിലേറ്റുന്ന കായിപ്പുറത്തിന്റെ നാട്ടുകാരെ ഈ സന്ധിയിൽ കാണാൻ കഴിഞ്ഞതിൽ വലിയ ആഹ്ലാദം രേഖപ്പെടുത്തിക്കൊണ്ട് ശ്രീരംഗം ശ്രീനിവാസൻ എന്ന മഹാകവി ശ്രീ തെലുങ്കിൽ എഴുതിയ വരികളുടെ അർത്ഥം സൂചിപ്പിക്കുന്നത് പോലെ ഈ നാട്ടിൽ ഇനിയും ഈ ഗ്രന്ഥശാലയുടെ കൂട്ടായ പ്രവർത്തനങ്ങളാൽ ഉഗ്രൻ അഗ്നികുണ്ഡം ആകാശത്തിൽ നിന്ന്, ഈ നാടിന്റെ ആകാശത്തിൽ നിന്ന് വൈജ്ഞാനികമായ അഗ്നികുണ്ഡം ഒരുക്കപ്പെടാനിരിക്കുന്നു എന്ന് തീർച്ച. അന്ന് അതിന്റെ ചൂടേൽക്കാൻ അവസരം കിട്ടിയില്ലെങ്കിലോ എന്ന ഭയം കൊണ്ട് മുന്നോടിയായി കൊളുത്തിവെച്ച ഒരു കൊച്ചു കൈവിളക്കു മാത്രമാണ് ഈ സന്ധ്യയിൽ പറഞ്ഞ അധികരിച്ച വാക്കുകളെന്ന് ഓർമ്മിപ്പിച്ച് ഈ നാട്ടിൽ ഈ കൂട്ടായ്മ, ഈ അക്ഷരക്കൂട്ടം സൃഷ്ടിക്കും. മനുഷ്യ നന്മയുടെ മഹാമഴപ്പെയ്ത്ത് എന്നെനിക്ക് ഉറപ്പ്. അതിൽ നനയാൻ ഭാഗ്യം കിട്ടിയില്ലെങ്കിലോ എന്ന ഭയം കൊണ്ട് ചഞ്ചലമാകാത്ത നെഞ്ചിടിപ്പിന്റെ 2 ആവർത്തനങ്ങൾ ഉരച്ചൊഴുക്കിയ 2 തുള്ളി കണ്ണുനീർ മാത്രമാണ് പങ്കുവെച്ച വാക്കുകളെന്ന് ഓർമ്മിപ്പിച്ച് നിങ്ങളുടെ അഗ്നിക്ക് എൻ്റെ വാക്കിന്റെ വിളക്കും, നിങ്ങളുടെ വൈജ്ഞാനിക മഹാമഴയ്ക്ക് കൈയക്ഷരത്തിന്റെ കണ്ണുനീരും പകരം വെച്ച് അടച്ചു വയ്ക്കുന്നു വാക്കിന്റെ പുസ്തകം സ്നേഹം.